നമസ്കാരം, കമ്മസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2020 കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. പരീക്ഷ 2.5 മണിക്കൂറും അതിൻ്റെ മാക്സിമം മാർക്ക് 80 ആയിരുന്നു. നമുക്ക് ആൻസർ കീയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലെറ്റ് ആർ ബി എ റിലേഷൻ ഇൻ ദ സെറ്റ് എൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് given by R is equal to set AB such that A is equal to B minus 2. Choose the correct answer. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൻ്റെ ആൻസർ 6, 8. സെക്കൻഡ്, ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് Z of integers as A star B is equal to A plus B plus 1. Find the identity element. ആദ്യത്തെ ആൻസർ നമ്മൾ പറഞ്ഞു 6, 8. ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്നത് എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു എ എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ എ സ്റ്റാർ ഇ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എ. അപ്പോൾ എ സ്റ്റാർ ഇ പ്ലസ് 1 എ ആകണമെങ്കിൽ ഇ പ്ലസ് 1 0 ആകണം. അതായത് ഇ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0, എ ഈസ് ഈക്വൽ ടു ഇ ഈസ് ഈക്വൽ ടു -1. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് 2 നോൺ സീറോ മെട്രിസസ് എ ആൻഡ് ബി ഫോർ വിച്ച് എ ബി ഈസ് ഈക്വൽ ടു 0. എ ബി രണ്ട് മെട്രിക്സുകളുടെ പ്രോഡക്റ്റ് 0 ആകണമെങ്കിൽ ഈ രീതിയിൽ എഴുതിയാൽ മതി. എ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ 3, 4 എടുത്തിരിക്കുന്നു. അപ്പോൾ ബി എന്നത് 4, 3 എന്ന കോളം മെട്രിക്സ് എടുത്താൽ മതി. അതായത് റോ മെട്രിക്സിൽ 3, 4, കോളം മെട്രിക്സിൽ 4, 3. ഇതിൻ്റെ ആൻസർ നോക്കുക. എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ 3 × 4 12 മൈനസ് 4 × 3 12. ആൻസർ 0 കിട്ടുന്നു. ഇതുപോലെ ഏതെങ്കിലും എക്സാമ്പിൾസ് എഴുതിയാൽ മതിയായി. ആദ്യത്തത് ഒരു 1/2 ഓർഡറുള്ള മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് 2/1. സെയിം എലമെൻറ്റ്സ് തിരിച്ചെഴുതിയിരിക്കുന്നു എന്നും കൂടെ ശ്രദ്ധിക്കുക. ബി, എക്സ്പ്രസ് എ ഇസ് ഈക്വൽ ടു 1 - 1, 2, 3 ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇത് പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. ചോദ്യം ചോദിക്കുകയും ചെയ്തു. എ എന്ന് പറയുന്നത് 1 - 1, 2, 3. അപ്പോൾ അതിൻ്റെ എ ട്രാൻസ്പോസ് 1, 2, -1, 3. സിമെട്രിക് മെട്രിക്സിനെ നമുക്ക് പി എന്ന് എടുത്താൽ പി ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2ഉം ക്യൂ ഇസ് ഈക്വൽ ടു, അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്, അതിനെ എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 ആയിട്ട് എടുക്കുന്നു. ഇവിടെ പി കണ്ടുപിടിച്ചിരിക്കുന്നു എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2. അപ്പോൾ 1, 1/2, 1/2, 3 കിട്ടി. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ക്യൂ 0, -3/2, 3/2, 0 എന്ന് കിട്ടി. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇതിൻ്റെ സം പി പ്ലസ് ക്യൂ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടുന്നു. അതായത് എനി മെട്രിക്സ് തന്നിരിക്കുന്ന ഈ മെട്രിക്സ് എ 1 - 1, 2, 3 ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നമുക്ക് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 3, യൂസിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് പ്രൂവ് ദാറ്റ് 1a² 1b² 1c² is equal to a minus b, b minus c into c minus a. നമുക്കിവിടെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിരിക്കുന്ന R2 gives R2 minus R1, R3 gives R3 minus R1 ആണ്. അപ്പോൾ ഈ റോയിലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും 0 ആക്കിയിരിക്കുന്നു. നോക്കുക. അതുപോലെ ബാക്കി മിച്ചം വരുന്ന ഡിറ്റർമിനൻറ്റ് കണ്ടിരിക്കുന്നു. ഈ പ്രോപ്പർട്ടീസ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ബി മൈനസ് എ ലാസ്റ്റ് കിട്ടുന്നു. എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ. അത് പ്രോപ്പർട്ടി നോക്കുക. നാലാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ. ഏതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞതാണ് തെറ്റായിട്ടുള്ള കാര്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള സെയിം ചോദ്യം തന്നെയാണ്. ഫൈൻഡ് dy/dx if x² + y² + xy is equal to 100. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കുക. ഒന്നാമത്തെ ആൻസർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഡിഫറൻഷ്യബിൾ എന്നത് ഫോൾസ് ആയിട്ടുള്ള കാര്യം. സെക്കൻഡ്, x² + y² + xy is equal to 100. x² ഡെറിവേറ്റീവ് 2x, y² 2y ഇൻറ്റു dy/dx പ്ലസ് അടുത്തത് പ്രോഡക്റ്റ് റൂളിലാണ് ചെയ്തിരിക്കുന്നത് xy, x ഇൻറ്റു dy/dx പ്ലസ് y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 is equal to 0. dy/dx ഉള്ളത് ലെഫ്റ്റ് സൈഡിൽ നിർത്തി. അപ്പോൾ dy/dx ഇൻറ്റു 2y പ്ലസ് x is equal to -2x minus y. dy/dx is equal to -2x minus y divided by 2y plus x. നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഐഡൻറ്റിഫൈ ദ ഫോളോവിങ് ഫംഗ്ഷൻ
ഈ ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഇവിടെ ഫംഗ്ഷൻ ബി ഓപ്ഷൻ തന്നിരിക്കുന്നതാണ് മോഡുലസ് സൈൻ എക്സ്. ഈസ് ദ എബവ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ വൈ? ഇത് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നു. ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്കറിയാം. മൂന്നാമത്തത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ടാൻ എക്സ്. ഇത് തന്നിരിക്കുന്ന റൂട്ട് എക്സ് എന്ന ഫോമിലാണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അപ്പോൾ ടാൻ എക്സ് ആയതുകൊണ്ട് 1/2 റൂട്ട് ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 6² എക്സ്. ഇത്രയുമാണ് ഇതിൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6. The slope of the tangent to the curve y is equal to e raised to 2x at 0, 1. ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് ഡെറിവേറ്റീവ് എടുത്തിട്ട് അവിടെ ഫസ്റ്റ് എക്സ് ആക്സിസിൻ്റെ പോയിന്റ് എക്സ് കോർഡിനേറ്റ് ഇട്ട് കൊടുക്കുന്നത്, അതായത് 0 ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇ റേസ് 2xൻ്റെ ഇ റേസ് ടു 2x തന്നെ ഇൻറ്റു 2. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ ഇ റേസ് ടു 0 എന്ന് വരും, അത് 1 ആയി, മിച്ചമുള്ളത് 2. അപ്പോൾ സ്ലോപ്പ് കിട്ടി 2. ബി ഓപ്ഷനാണ് ശരിയായ ആൻസർ. Second, find the equation of a linear. Second, find the equation of a line perpendicular to the above tangent. Tangent obtained in part 1 and passing through 2, 3. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നതിനകത്ത് നിന്ന് ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് ചോദ്യം. അപ്പോൾ y = e raised to x വെച്ച് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു. 2 എന്ന് കിട്ടി. സ്ലോപ്പ് ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുമ്പോൾ റെസിപ്രോക്കലിൻ്റെ നെഗറ്റീവ് വരും, അതായത് -1/2. ഇക്വേഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ ഈസ് y - y1 = m × x - x1 എന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും. ഇവിടെ സ്ലോപ്പ് -1/2 ആണ്, അത് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ y - 3യുടെ അടുത്തോട്ട് 2 അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2y - 6 = -x + 2. എല്ലാം ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ x + 2y - 8 = 0 ആണ് ഇക്വേഷൻ ഓഫ് ദി പെർപെൻഡിക്കുലർ ലൈൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. 7th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടെയ്ൻസ് 3 ആർബിട്രറി കോൺസ്റ്റൻസ്. ദെൻ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ആർബിട്രറി കോൺസ്റ്റൻസ് 3 ആണ്, അപ്പോൾ ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് 3. ചെക്ക് വെദർ y = e raised to -3x is a solution of the differential equation d²y/dx² + dy/dx - 6y = 0. അതിന് ഇത്രേ ചെയ്യാനുള്ളൂ. ഇവിടെ d²y/dx² വരെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് ഈ ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുത്താൽ ആൻസർ 0 ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ആദ്യത്തെ ആൻസർ നമ്മൾ പറഞ്ഞു 3. സെക്കൻഡ് y = e raised to -3x. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് dy/dx. e raised to -3x × -3. വീണ്ടും ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ e raised to -3x × 9 എന്ന് വരും, കാരണം ആ 3 ഒന്നുകൂടെ ഇറങ്ങുന്നു. ഇനി പറഞ്ഞിരിക്കുന്നത് d²y/dx² + dy/dx - 6y കാണാനാണ്. അത് കണ്ടു കഴിയുമ്പോൾ ആൻസർ 0 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോവിങ് ഫിഗർ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ PRQS. PRQSൻ്റെ ഇക്വേഷൻ ഇവിടെ നോക്കുക. PRQS എന്ന് പറയുന്ന പ്ലെയിൻ ഇതാണ്, അത് y ആക്സിലാണ് ടച്ച് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം y = 2 ആണ് അതിൻ്റെ ആൻസർ, അതായത് ബി ഓപ്ഷൻ ആണ് ആൻസർ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ. ഒരു ഇക്വേഷൻ കാണണം പ്ലെയിൻ്റെ ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് പ്ലെയിൻസ്. ഇവിടെ 2 പ്ലെയിനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അത് ഏതൊക്കെയാണ്? PRQS ആൻഡ് PSUT. PSUT എന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ z = 4 ആണ്, കാരണം ഇസഡിലാണ് അത് ടച്ച് ചെയ്തിരിക്കുന്നത്. നോക്കുക, അപ്പോൾ z = 4. അവിടെ ആദ്യത്തെ ഇക്വേഷൻ y = 2. ഈ 2 പ്ലെയിനും പാസ് ചെയ്യുന്ന കോമൺ പോയിന്റ് അവർ തന്നിട്ടുണ്ട് 2, 1, 2. അതായത് ആ പ്ലെയിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫസ്റ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ = 0 എന്ന് എഴുതണം. ഇവിടെ സെക്കൻഡ് ആൻസർ നോക്കുക. ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ PRQS y = 2. ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ PSUT z = 4. അതിനെ നമുക്ക് y - 2 എന്നും z - 4 എന്നും 2 ഇക്വേഷൻ എഴുതാം. അപ്പോൾ y - 2 + z ഇൻറ്റു ലാംഡ ഇൻറ്റു z - 4 = 0. ഇവിടെ പാസ് ചെയ്യുന്ന പോയിൻ്റ് 2, 1, 2 അത് എക്സ് വൈ ഇസഡിന് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ എക്സ് ഇല്ല, അപ്പോൾ വൈയുടെയും ഇസഡിൻ്റെ സ്ഥാനത്ത് 1ഉം 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ലാംഡ = -1/2 എന്ന് കിട്ടും. അത് ഇക്വേഷനിൽ ഒന്നുകൂടെ ലാംഡയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ അവിടെ ഇക്വേഷൻ ഫോം ചെയ്തു 2y - z = 0. ക്വസ്റ്റ്യൻ നമ്പർ 9. 9th question. Let a = r - set 3 and b = r - set 1.
Consider the function f such that a to b defined by f of x is equal to x minus 2 divided by x minus 3. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഈസ് എഫ് 1 1 ആൻഡ് ഓൺ 2. ഇത് 1 1ഉം ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റിഫൈ യുവർ ആൻസർ. സെക്കൻഡ്, ഇറ്റ് ഈസ് ഇൻവെർട്ടബിൾ. ഇസ് ഇറ്റ് ഇൻവെർട്ടബിൾ? വൈ? തേർഡ്, ഇഫ് ഇൻവെർട്ടബിൾ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ക്വസ്റ്റ്യൻ റിലേഷൻ ഫംഗ്ഷനിൽ നിന്നായിരുന്നു. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. ഇവിടെ 1 1 എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചെയ്ത അതേ എക്സാമ്പിൾ തന്നെയാണിത്. 1 1 പ്രൂവ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. എക്സ് കിടക്കുന്നിടത്ത് x1 എന്നും x2 എന്നും ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ഈ എക്സ് കിടക്കുന്നിടത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കുക. x1 മൈനസ് 2 ബൈ x1 മൈനസ് 3 എന്നിട്ടു. അതുപോലെ x2 മൈനസ് 2 ബൈ x2 മൈനസ് 3 എന്നിട്ടു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറേ ക്യാൻസലായി പോവും. ലാസ്റ്റ് നമുക്ക് x1 ഇസ് ഈക്വൽ ടു x2 എന്ന് കിട്ടുന്നു. അങ്ങനെ കിട്ടിയത് കൊണ്ട് 1 1, അതായത് ഓരോരുത്തർക്കും ഓരോ ഇമേജേ അവിടെ ഉള്ളൂ. y ഇസ് ഈക്വൽ ടു, അടുത്തത് ഓൺ 2 എങ്ങനെയാണ് ചെയ്യുന്നത്? തന്ന ചോദ്യത്തെ y ഇസ് ഈക്വൽ ടു എന്ന് എഴുതുന്നു. അപ്പോൾ എഫ് ഓഫ് എക്സിന് പകരം y എന്ന് എഴുതി. y ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ എക്സിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3y മൈനസ് 2 ബൈ y മൈനസ് 1 എന്ന് കിട്ടി. അതുകൊണ്ട് ഇത് ഓൺ 2. ഇപ്പോൾ 1 1 ഓൺ 2 ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻവെർട്ടബിൾ. സോ സെക്കൻഡ് ആൻസർ ആയി എഫ് ഓഫ് എക്സ് ഈസ് ഇൻവെർട്ടബിൾ. ഇൻവേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ തന്നെ എഴുതിയാൽ മതി. അവിടെ എക്സ് ഇടുന്നു. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 3x മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. 10th ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് വൈ ലെസ് ദാൻ 1 ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ഡാഷ്. അതിൻ്റെ ആൻസർ ബി. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഒരു ഇക്വേഷനായിട്ട് നമ്മൾ പഠിച്ചതാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. അപ്പോൾ ബി ആണ് ആൻസർ. അത് വെച്ച് തന്നെ ചെയ്യാനാണ് സോൾവ്. സെക്കൻഡ്, ടാൻ ഇൻവേഴ്സ് 2x പ്ലസ് ടാൻ ഇൻവേഴ്സ് 3x ഇസ് ഈക്വൽ ടു പൈ ബൈ 4. അപ്പോൾ സെക്കൻഡ് ആൻസർ ചെയ്തിരിക്കുന്നത് നോക്കുക. ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ടാൻ എ ഇൻറ്റു ടാൻ ബി എന്ന ഫോമിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 3x ഡിവൈഡഡ് ബൈ 1 മൈനസ് 2x ഇൻറ്റു 3x. അപ്പോൾ മേളിൽ നമുക്ക് 5x എന്ന് കിട്ടും. താഴെ 1 മൈനസ് 6x സ്ക്വയർ എന്ന് വരും ടാൻ ഇൻവേഴ്സ്. ഇവിടെ അത് പൈ ബൈ 4 തുല്യമാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടിയ ആൻസർ ഇസ് ഈക്വൽ ടു പൈ ബൈ 4. അതിൻ്റെ അർത്ഥം ടാൻ പൈ ബൈ 4 ആകുമ്പോഴാണ് ഇത് 5x ബൈ 1 മൈനസ് 6x സ്ക്വയർ അതിന് ഈക്വൽ. ടാൻ പൈ ബൈ 4 1 ആണ്. അപ്പോൾ 1 എന്ന് ഇട്ട് കൊടുക്കുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് കിട്ടും. എക്സ് 1 ബൈ 6 എന്നും മൈനസ് 1 എന്നും കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 11. ഡിഫറൻസിയേഷനിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആയിരുന്നു ആദ്യത്തത്. രണ്ടാമത്തെ സെക്കൻഡ് ഓർഡർ ഡിഫറൻസിയേഷനും. ഫൈൻഡ് dy ബൈ dx ഇഫ് y ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു സൈൻ എക്സ്. അതിൻ്റെ ആൻസർ നോക്കുക. രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇത് രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ആക്കി u പ്ലസ് വി എന്ന് എഴുതി. ഫസ്റ്റ് u എക്സ് റേസ് ടു എക്സും വി എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് റേസ് ടു സൈൻ എക്സും. ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ആദ്യം ഇത് പവർ താഴോട്ടിറക്കണം. അതിന് ലോഗരിതം എടുക്കുന്നു ബോത്ത് സൈഡ്. അപ്പോൾ ലോഗ് യു ഇസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ്. ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇപ്പുറത്ത് പ്രോഡക്റ്റ് റൂൾ ചെയ്യുന്നു. എക്സ് ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു 1. അവിടെ എക്സ് ക്യാൻസലായി 1. യു റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. യുവിൻ്റെ സ്ഥാനത്ത് എക്സ് റേസ് ടു എക്സ് എന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഇതുപോലെ തന്നെ വി എന്നത് എക്സ് റേസ് ടു സൈൻ എക്സ്. അതും ലോഗരിതം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് കിട്ടുന്നു. ഈ രണ്ട് ആൻസറൂടെ ചേർത്ത് എഴുതി കഴിയുമ്പോൾ ഡി യു ബൈ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കിട്ടി. അതായത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കാണാനുള്ള ചോദ്യമായിരുന്നു എക്സ് ഇൻറ്റു കോസ് എക്സ്. അതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ കാണുമ്പോൾ പ്രോഡക്റ്റ് റൂളാണ്. എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു എക്സിൻ്റെത് 1. സോ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ വീണ്ടും ഫസ്റ്റ് കിടക്കുന്ന പ്രോഡക്റ്റ് റൂളാണ്. മൈനസ് വെളിയിൽ ഇട്ടിട്ട് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എക്സിൻ്റെത് 1. മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ സൈൻ എക്സ് ക്യാൻസലായി പോകും. മിച്ചമുള്ളത് മൈനസ് എക്സ് കോസ് എക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ബൈ ടാൻ എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് ടാൻ എക്സ് പ്ലസ് സി. ഫൈൻഡ് എഫ് ഓഫ് എക്സ്. ആൻസർ ഇവിടെ ബി തന്നെയാണ്. സീക്ക് സ്ക്വയർ എക്സ് ആണ് ആൻസർ. സെക്കൻഡ്, ഇഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x³ മൈനസ് 3 ബൈ എക്സ് റേസ് ടു 4 എക്സ് നോട്ട് ഈക്വൽ ടു 0 ഗിവൺ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 0 ഫൈൻഡ് എഫ് ഓഫ് എക്സ്.
എഫ് ഓഫ് എക്സ് കാണാനാണ് ചോദ്യം. എഫ് ഓഫ് 2 0 ആണെന്ന് തന്നിട്ടുമുണ്ട്. ഇവിടെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ കിട്ടിയ ആൻസറാണിത്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് കളയണമെങ്കിൽ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എക്സ് റേസ് ടു 4 പ്ലസ് 1/x³ + c എന്നാണ്. അതായത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ എഫ് ഓഫ് എക്സ് പഴയ ഫംഗ്ഷനിലോട്ട് വന്നു. ഇവിടെ സി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് എഫ് ഓഫ് 2 0 വന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷനകത്ത് 2 ഇട്ട് കൊടുക്കുന്നു. 2 ഇട്ട് 0 കൊടുത്ത് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ സി ഈസ് ഈക്വൽ ടു -129/8 എന്ന് കിട്ടി. അത് വീണ്ടും ആ പൊസിഷനിലോട്ട് തന്നെ എഴുതുന്നു. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 പ്ലസ് 1/x³ + സിയുടെ സ്ഥാനത്ത് -129/8 എന്ന് എഴുതി. ക്വസ്റ്റ്യൻ നമ്പർ 13. 1. Area bounded by the curve y is equal to f of x, x-axis, and the lines x is equal to a and x is equal to b. അതിൻ്റെ ആൻസർ നമുക്കറിയാം, ഒരു ഇക്വേഷൻ തന്നെയാണിത്. ഇൻ്റഗ്രൽ a to b y into dx. സെക്കൻഡ്, ഒരു കർവ് രണ്ട് കേർവ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് π/4 ഈക്വൽ ആയിട്ട് വരുന്ന പോയിന്റിലാണ് എക്സ് ആക്സിസിൽ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഏരിയ കാണാനാണ് ചോദ്യം. റിക്വയർഡ് ഏരിയ ഈ 0 to π/4 sin x into dx പ്ലസ് π/4 to π/2 cos x into dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ലിമിറ്റ് ഇട്ട് കഴിയുമ്പോൾ ആൻസർ 2√2 - 2 ഡിവൈഡഡ് ബൈ √2 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. Form the differential equation corresponding to the curve y is equal to mx. y is equal to mx എന്ന് പറയുന്ന കർവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കണം. നമുക്കറിയാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ എത്ര ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉണ്ടോ അത്രയും പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ നോക്കുക, y is equal to mx, ഒരു ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ dy/dx is equal to m. ഇവിടെ ഒരെണ്ണമാണ്, m മാത്രമാണുള്ളത്. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ m is equal to dy/dx എന്ന് കിട്ടി. എമ്മിൻ്റെ സ്ഥാനത്ത് dy/dx ക്വസ്റ്റ്യനിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ y is equal to dy/dx into x. ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. വൈനെയും കൂടെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ x dy/dx - y is equal to 0. ഇവിടെ പ്ലസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ശ്രദ്ധിക്കുക, ഒരു തെറ്റുണ്ട്. x dy/dx - y is equal to 0 ആണ്. y is equal to mxൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നോട്ട് ചെയ്യുക, x dy/dx - y is equal to 0. Next, question number 2. dy/dx plus y/x is equal to x². ഇത് dy/dx plus py is equal to q എന്ന ഫോമിലാണ്. p എന്നത് y-യുടെ കോയിഫിഷ്യൻറ്റും q എന്ന് പറയുന്ന അപ്പുറത്ത് തന്നിരിക്കുന്ന ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നിരിക്കുന്നതാണ്, റൈറ്റ് സൈഡിൽ. അപ്പോൾ p 1/x-ഉം q എന്ന് പറയുന്നത് x²-നും തുല്യമാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് കാണണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻⁻pdx. e⁻⁻ p എന്നത് ഇവിടെ 1/x ആണ്. 1/x into dx, 1/x into integral log x. e⁻log x എന്ന് വന്നാൽ x മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ x. സോ ജനറൽ സൊല്യൂഷൻ ഈസ് y into if is equal to integral q into if into dx. ഇവിടെ ifൻ്റെ സ്ഥാനത്ത് x എന്ന് എഴുതുന്നു, qൻ്റെ സ്ഥാനത്ത് x²ഉം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം നമുക്ക് x³ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁴/4 പ്ലസ് c എന്ന് കിട്ടും. ഇപ്പുറത്ത് xy, ആ y is equal to ആക്കി എഴുതുമ്പോൾ x ഡിനോമിനേറ്ററി വരുന്നു. അപ്പോൾ ആൻസർ x³/4 പ്ലസ് c x⁻⁻1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ABC where ABC are points 1 1 2 2 3 5 and 1 5 5. എയും ബിയും സിയും പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് എ ബിയും എ സിയും കാണുന്നു, എന്നിട്ട് എ ബി ക്രോസ് എ സി കാണുന്നു. എ ബി is equal to b - a ചെയ്താൽ കിട്ടും 2 - 1 3 - 1 5 - 2. ij k ഇട്ട് കഴിഞ്ഞ് എഴുതിയിരിക്കുന്നു. എ ബി എന്ന് പറയുന്നത് i + 2j + 3k, എ സി is equal to 0i + 4j + 3k. എ ബി ക്രോസ് എ സി കണ്ടുപിടിച്ചു. അപ്പോൾ കിട്ടിയത് -6i - 3j + 4k. സോ യൂണിറ്റ് വെക്റ്റർ, ആ തന്ന വെക്റ്റർ, അതായത് നമുക്കിപ്പോൾ കിട്ടിയത് ബൈ അതിൻ്റെ മോഡുലസ് -6i - 3j + 4k ബൈ 36. 3യുടെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. ഡിനോമിനേറ്ററി √61 വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. The Cartesian equation of two lines are x + 1/7 is equal to y + 1/-6 is equal to z + 1/1 and x - 3/1 is equal to y - 5/-2 is equal to z - 7/1. Write the vector equation. Find the shortest distance between these two lines. Vector equation നമുക്ക് കാണാൻ അറിയാം.
എക്സ് പ്ലസ് 1 വൈ പ്ലസ് 1 ഇസഡ് പ്ലസ് 1. അപ്പോൾ ഈ പ്ലസ് 1 എന്നുള്ളതെല്ലാം എ എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് നോക്കുക, ഇതിൻ്റെ ആൻസർ വെക്റ്റർ ഫോം ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബിയിൽ എഴുതാം. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു -1i, കാരണം പ്ലസ് 1 എന്ന് കിടക്കുന്നിടത്തെല്ലാം മൈനസ് ആവും. -1i, -1j, -1k പ്ലസ് ലാംഡ ഇൻറ്റു ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് 7i -6j പ്ലസ് k. വീണ്ടും x minus 3 by 1 is equal to y minus 5 by minus 2 is equal to z minus 7 by 1. അതിൻ്റെത് r is equal to 357, അതിൻ്റെ കൂടെ ijk ഇട്ടു, പ്ലസ് മ്യൂ ഇൻറ്റു ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് i minus 2j പ്ലസ് k. ഷോർട്ട് ഡിസ്റ്റൻസ് കാണാൻ നമുക്കറിയാം b1 ക്രോസ് b2 ഇൻറ്റു a2 മൈനസ് a1 ബൈ മോഡുലസ് b1 ക്രോസ് b2. b1 ക്രോസ് b2 കാണുന്നത് ijk, അതായത് ഡിറ്റർമിനകത്ത് കാണുക. 7 മൈനസ് 6 1, 1 മൈനസ് 2 1 ചെയ്യുമ്പോൾ -4i -6j -8k എന്ന് കിട്ടും. b1 ക്രോസ് b2 അതിൻ്റെ മോഡുലസ് കാണണം, അതാണ് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. നോക്കുക, b1 ക്രോസ് b2ൻ്റെ മോഡുലസ് √16 എന്ന് കിട്ടും. a2 മൈനസ് a1, a1ഉം a2ഉം തമ്മിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 4i പ്ലസ് 6j പ്ലസ് 8k. അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് b1 ക്രോസ് b2ഉം a2 മൈനസ് a1ഉം, അതാണ് ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് -116. ഷോർട്ട് ഡിസ്റ്റൻസ് ഈസ് -116 ബൈ √16. ഇവിടെ √16 ഇത് പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത്, √16 ഒരെണ്ണം 116 വെട്ടിപ്പോയിട്ട് മിച്ചം √116 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. The plane intersect the coordinate axis a, b, c respectively. Write the equation of the plane. Intercept form ഇതാണ്, x by a plus y by b plus z by c is equal to 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പ്ലെയിൻ ഒബ്റ്റെയിൻഡ് പാർട്ട് 1 ഫ്രം ദ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കാണാൻ. അപ്പോൾ x0 0 0 ആണ് എക്സ് വൈ ഇസഡിന് ഇട്ട് കൊടുക്കേണ്ടത്. അതിവിടെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 1/√1/a² പ്ലസ് 1/b² പ്ലസ് 1/c² എന്ന് കിട്ടും. മൂന്നാമത്തത്, ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ പാസിംഗ് ത്രൂ. ഒരു പോയിന്റും ആൻഡ് നോർമലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോയിന്റും നോർമലും കൊടുത്തു കഴിഞ്ഞാൽ r - a ഡോട്ട് n = 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. വെക്ടർ ഫോം r ഡോട്ട് i പ്ലസ് j മൈനസ് k = 3. കാർട്ടീഷ്യൻ ഫോം ഇവിടെ ijk എടുത്ത് മാറ്റിയിട്ട് അവിടെ x y z ഇട്ടാൽ കിട്ടും. അപ്പോൾ x പ്ലസ് y മൈനസ് z മൈനസ് 3 = 0. ഇല്ലെങ്കിൽ r എന്ന് പറയുന്നത് xi പ്ലസ് yj പ്ലസ് zk ആണ്. അത് രണ്ടും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ ഭാഗം. ക്വസ്റ്റ്യൻ നമ്പർ 18. Given two independent events. Independent എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം P of A into P of B ആണ് P of A intersection B. Such that P of A is equal to 0.3 and P of B is equal to 0.6. Find P of A and B. P of A and B എന്നത് P of A intersection B ആണ്. അതിനെ നമുക്ക് P of A into P of B എന്ന് എഴുതാം. അപ്പോൾ അത് പ്രൊഡക്റ്റ് കാണുന്നു, മൈനസ് ആൻസർ 0.18. സെക്കൻഡ്, P of A and not B. നോട്ട് ബി എന്നാൽ മൈനസ് ബി എന്നാണ്. അപ്പോൾ പി ഓഫ് എ മൈനസ് ബി. പി ഓഫ് എ മൈനസ് ബി ആൻസർ കിട്ടുന്നു 0.12. നെക്സ്റ്റ് പി ഓഫ് എ ഓർ ബി. പി ഓഫ് എ ഓർ ബി 0.72. നമുക്കറിയാം +1 തൊട്ട് നമ്മൾ പഠിച്ചതാണ് പി ഓഫ് എ യൂണിയൻ ബി കാണാൻ. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അപ്പോൾ ആൻസർ 0.72. നെക്സ്റ്റ് പി ഓഫ് നെയ്തർ എ നോർ ബി. ആൻസർ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ചെയ്താൽ മതി. അപ്പോൾ 0.28 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 19. ലെറ്റ് എ ഇസ് ഈക്വൽ ടു, മെട്രിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. ലെറ്റ് എ ഇസ് ഈക്വൽ ടു aij 2/3 ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ്. വേർ aij ഇസ് ഈക്വൽ ടു i പ്ലസ് ജെ കൺസ്ട്രക്ട് എ. i പ്ലസ് ജെ എന്ന രീതിയിലാണ് അതിനകത്തെ എലമെൻറ്റ്സ് എല്ലാം. അപ്പോൾ നമുക്കൊരു 2/3 മെട്രിക്സിൻ്റെ ജനറൽ ഫോം എഴുതിയാൽ ഇങ്ങനെയായിരിക്കും: a11 a12 a13 a21 a22 a23. ഐക്കും ജെയ്ക്കും ഈ വിലകൾ ഇട്ട് കൊടുക്കുന്നു. പൊസിഷൻ നോക്കുക, a11 വരുമ്പോൾ 1 + 1 2, a12 വരുമ്പോൾ 1 + 2 3. അങ്ങനെ നമുക്ക് ഈ എലമെൻറ്റ്സ് കണ്ടുപിടിച്ചു. അപ്പോൾ മെട്രിക്സ് ഈ ഓർഡറിൽ തന്നെ എഴുതുന്നു: 2 3 4 3 4 5. നെക്സ്റ്റ് find A into A transpose and hence prove that A into A transpose is symmetric. അപ്പോൾ A into A transpose എന്നത് 2 3 4ഉം 3 4 5 എന്ന് പറയുന്ന ഫസ്റ്റ് മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും കൂടെ എടുത്ത് പ്രോഡക്റ്റ് കാണുന്നു. പ്രോഡക്റ്റ് കാണുമ്പോൾ ആൻസർ 29 38 38 50 എന്ന് കിട്ടി. ഈ എലമെൻറ്റ്സ് നോക്കുക, അതായത് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആയി. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇത് തന്നെയാണ് കിട്ടുക. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് സിമെട്രിക്. ക്വസ്റ്റ്യൻ നമ്പർ 20.
If A is a skew symmetric matrix of order 3, then prove that its determinant is 0 without using example. എക്സാമ്പിൾ ഇല്ലാതെ ഇത് പ്രൂവ് ചെയ്യാനാണ്. അതിൻ്റെ ആൻസർ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു മൈനസ് എന്ന് എഴുതാം, കാരണം സ്ക്യൂ സിമെട്രിക് ആയതുകൊണ്ട്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുന്നു. എ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ് എ തന്നെയാണ്, കാരണം എയുടെയും എ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ് സെയിം ആണെന്ന് ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പറയുന്നുണ്ട്. വീണ്ടും മൈനസ് മോഡുലസ് എ ആണ് അവിടെ കിടക്കുന്നത്, അത് ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് അത് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നാൽ എ പ്ലസ് എ എന്ന് കിട്ടും. അതിനെ 2 ഡിറ്റർമിനൻ്റ് എ ഇസിക്കൽ ടു 0, സോ ഡിറ്റർമിനൻ്റ് എ ഇസിക്കൽ ടു 0 എന്ന് കിട്ടുന്നു. സെക്കൻഡ് 2 പ്ലസ് എക്സ് 3 4 1 മൈനസ് 1 2 എക്സ് 1 5 ഈസ് എ സിംഗുലർ മെട്രിക്സ്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് 0 എന്നാണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഇസിക്കൽ ടു 0 കൊടുക്കുമ്പോൾ എക്സ് ഇസിക്കൽ ടു 25/3 എന്ന് കിട്ടും. നെക്സ്റ്റ് ഗിവൺ എ ആൻഡ് ബി ആർ സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ 2 സച്ച് ദാറ്റ് determinant A is equal to -1, determinant B is equal to 3. Find modulus of അല്ലെങ്കിൽ determinant 3AB. Find determinant 3AB. Determinant A -1, determinant B 3. So determinant AB is equal to നമ്മൾ കാണുമ്പോൾ determinant A into determinant B ചെയ്യാം. അപ്പോൾ ആൻസർ -3. Determinant of 3AB കാണുമ്പോൾ 3യുടെ സ്ക്വയർ എഴുതണം, കാരണം നമുക്കൊരു പ്രോപ്പർട്ടിയാണ് 3 സ്ക്വയർ ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ ബി. 3 സ്ക്വയർ 9, ഡിറ്റർമിനൻ്റ് എ ബി -3, ആൻസർ -27. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. ഫൈൻഡ് ദ ഇൻ്റർവെൽ ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x - 5 സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഇതിന് നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ആദ്യം ഒരു ഡെറിവേറ്റീവ് എടുക്കുക. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ ഏത് ക്വസ്റ്റിനും ഫസ്റ്റ് സ്റ്റെപ്പ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x + 2 എന്ന് വരും, അത് 0 കൊടുക്കുന്നു, അപ്പോൾ ഒരു പോയിന്റ് കിട്ടി -1. നമ്മളൊരു ലൈൻ വരച്ചിട്ട് -∞ to ∞ കൊടുത്തു, ഇടയ്ക്ക് -1ഉം. ഇതിനിടയ്ക്ക് ഏതിനിടയ്ക്കാണ് ഇത് ഇൻക്രീസിങ് ചെക്ക് ചെയ്യുമ്പോൾ ഡിക്രീസിങ് -1 ∞ to -1ഉം ഇൻക്രീസിങ് ഓൺ -1 to ∞ കിട്ടും. അതിൻ്റെ സെക്കൻഡ്, find the equation of the tangent and normal for the curve y is equal to x cube at 1 1. ടാൻജൻറ്റിൻ്റെയും നോർമലിൻ്റെ ഇക്വേഷൻ എഴുതാനാണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കാണണം. y is equal to x cube, അതിൻ്റെ സ്ലോപ്പ് കാണുന്നു, ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സ്ലോപ്പ് 3 എന്ന് കിട്ടും. ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് y - y1 is equal to m into x - x1 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ y is equal to 3x - 2 എന്ന് കിട്ടും. ഇക്വേഷൻ ഓഫ് ദി നോർമലിന് സ്ലോപ്പ് -1/3 എന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ x + 3y - 4 is equal to 0 എന്ന് കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം ഇഫ് എനി ഫോർ ദ ഫംഗ്ഷൻ h of x is equal to sin x plus cos x 0 less than x less than π/2. ഇവിടെ h of x എന്നാണ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്, sin x plus cos x. അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു ഈക്വൽ ടു 0 കൊടുത്തപ്പോൾ sin x is equal to cos x എന്ന് വന്നു. അത് π/4 വാല്യൂ സെയിം വരുന്നത്, അത് ബിറ്റ്വീൻ 0 ആൻഡ് π/2. സോ h2-x എടുത്തു, ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുന്നു, ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അപ്പോൾ -sin x - cos x, ഇവിടെ π/4 എന്നുള്ള വില ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ -2/√2 എന്ന് കിട്ടി. സോ -2/√2 is the local maximum at π/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ഇൻ്റഗ്രേഷനകത്തെയാണ്, എളുപ്പമുള്ള 2-3 ചോദ്യങ്ങളാണ് ഇവിടെ വന്നത്. ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ 1 + x²/4. സെക്കൻഡ് ഇൻ്റഗ്രൽ x by x - 1 into x - 2 into dx. തേർഡ് 0 to π/2 x into cos x into dx. ഇതിൻ്റെ ആൻസർ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ dx ഡിവൈഡഡ് ബൈ 1 + x². 1 + x², അതായത് tan ഇൻവേഴ്സ് 1/a tan ഇൻവേഴ്സ് x/a എന്ന ഫോമിലാണ്. അപ്പോൾ ഇവിടെ 1 തന്നെയാണ് എയുടെ സ്ഥാനത്ത് കിടക്കുന്നത്, x/2 ആണ് എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത്. അപ്പോൾ 1/1 tan ഇൻവേഴ്സ് x/a, x എന്നത് x/2 + c. അപ്പോൾ ആൻസർ tan ഇൻവേഴ്സ് x/2 + c. സെക്കൻഡ് പാർഷ്യൽ ഫ്രാക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇസ് ഈക്വൽ ടു a ബൈ ഫസ്റ്റ് ബ്രാക്കറ്റ് പ്ലസ് b ബൈ സെക്കൻഡ് ബ്രാക്കറ്റ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള മുഴുവൻ ഡിനോമിനേറ്റർ അപ്പുറത്തോട്ട് പോകുമ്പോൾ x ഇസ് ഈക്വൽ ടു, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഡിനോമിനേറ്റർ LCM ആണ്, അത് റൈറ്റ് സൈഡിലോട്ട് പോയി. അപ്പോൾ x ഇസ് ഈക്വൽ ടു a ഇൻറ്റു x - 2 പ്ലസ് b ഇൻറ്റു x - 1. ഇവിടെ നമുക്ക് എയും ബിയും കണ്ടുപിടിച്ചിട്ട് വീണ്ടും ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ a പോകും, അതുപോലെ എക്സിന് 1 കൊടുക്കുമ്പോൾ b പോകും. അങ്ങനെ എയുടെ വാല്യൂ -1 എന്നും ബിയുടെ വാല്യൂ 2 എന്നും കണ്ടുപിടിച്ചു. ഇത് ഇക്വേഷൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആൻസറായി. ഇൻ്റഗ്രൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് നോക്കുക, ഈ എക്സ് ഡിവൈഡഡ് ബൈ x - 1 ഇൻറ്റു x - 2, അതിനൊരു ഇൻ്റഗ്രലും കൂടി ഇട്ടു. അപ്പോൾ -1/x - 1 ഇൻ്റഗ്രൽ
ലോഗ് എക്സ് മൈനസ് വൺ, കാരണം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, ഡിനോമിനേറ്റർ കിടക്കുന്ന ഡെറിവേറ്റീവ് മേളിൽ വന്നാൽ ലോഗ് എഴുതിയാൽ മതി. അപ്പോൾ മൈനസ് ലോഗ് എക്സ് മൈനസ് വൺ പ്ലസ് 2 ലോഗ് എക്സ് മൈനസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22-ൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ, 0 to pi by 2 x into cos x. Well, 0 to pi by 2 x into cos x into dx. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് തന്നെ, കോസ് എക്സിൻ്റെത് സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 1 ഇൻറ്റു, അതായത് ഡെറിവേറ്റീവ് എടുത്തു എക്സിൻ്റെത്, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻറ്റു ഡി എക്സ്. നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ ആണ് ഡി എക്സ് കിടക്കുന്നത് 0 to pi by 2. അപ്പോൾ എക്സ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സിൻ്റെ വീണ്ടും കോസ് എക്സ് എഴുതി 0 to pi by 2, പൈ ബൈ 2 ഇൻറ്റു സൈൻ പൈ ബൈ 2 പ്ലസ് കോസ് പൈ ബൈ 2 മൈനസ്, ഇവിടെ ലിമിറ്റ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ്. ലോവർ ലിമിറ്റ് 0 കൊടുത്തു കഴിയുമ്പോൾ അവിടെ എല്ലാം പോയി, കോസ് 0 ഉണ്ട്, അത് 1 എന്ന് വരും. പൈ ബൈ 2 മൈനസ് 1 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. ഇഫ് എ ബി സി ആർ 3 കോപ്ലനാർ വെക്ടേഴ്സ്, ദെൻ ബോക്സ് പ്രോഡക്റ്റ് എ ബി സി ഈസ് 0 എന്ന് നമുക്കറിയാം. കോപ്ലനാർ എന്ന് പറയുമ്പോഴേ ബോക്സ് പ്രോഡക്റ്റ് 0 ആണ്. നെക്സ്റ്റ്, ഇഫ് modulus a is equal to modulus b is equal to 3 and theta is the angle between a and b, then maximum value of a and b occurs when theta is 0. Then third, if b is equal to 2i plus j minus k, c is equal to i plus 3k and a is a unit vector, find the maximum value of scalar triple product abc. Maximum value of scalar triple product abc. അപ്പോൾ ഇവിടെ ബോക്സ് പ്രോഡക്റ്റ് എ ബി സി ഈസ് ഈക്വൽ ടു നമുക്ക് എ ഡോട്ട് ബി ക്രോസ് സി എന്ന് എഴുതാം. ബി ക്രോസ് സി കണ്ടുപിടിക്കുന്നു. അപ്പോൾ 3i മൈനസ് 7j മൈനസ് കെ എന്ന് കിട്ടി. എ ഡോട്ട് ബി ക്രോസ് സി കാണുന്നു. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാമല്ലോ, മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി കോസ് തീറ്റ ഫോമിൽ എഴുതുമ്പോൾ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി ക്രോസ് സി കോസ് തീറ്റ. ബി ക്രോസ് സി നമുക്ക് നേരത്തെ കിട്ടി √59, അപ്പോൾ ഇൻറ്റു കോസ് തീറ്റ. ആൻസർ കോസ് തീറ്റയ്ക്ക് ഇവിടെ മാക്സിമം വാല്യൂ 1 കൊടുക്കുന്നു കോസ് തീറ്റയ്ക്ക്, അപ്പോൾ √59 ഈസ് ദ മാക്സിമം വാല്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇത് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഇതിൻ്റെ ആയിരുന്നു. സെയിം ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയ്ക്ക് വന്നത്. 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കാണും. സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. മാക്സിമം z is equal to 3x plus 2y subject to x plus 2y less than or equal to 10, 3x plus y less than or equal to 15, x greater than 0, y greater than 0. ഇത് വരച്ചിരിക്കുന്നത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. 25th ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റിയിലെ തന്നെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഗിവൺ ഇൻ ദ ഫോളോവിങ് ടേബിൾ. ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് കെ. നമുക്കറിയാം കെയുടെ വാല്യൂ കാണുന്ന പ്രോബബിലിറ്റി പി ഓഫ് എക്സ് എല്ലാം കൂടെ കൂട്ടിയ 1 ആണ് കിട്ടുക. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നു. 1 എന്ന് കൊടുത്തു കഴിയുമ്പോൾ ആൻസർ കെ ഈസ് ഈക്വൽ ടു 3/20 എന്ന് കിട്ടുന്നു. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ 1 and 4. 1നും 4നും ഇടയ്ക്കുള്ള പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞാൽ 2ഉം 3d ആണ്. അപ്പോൾ 2ഉം 3d. ഇവിടെ നമുക്ക് കിട്ടിയ കെയുടെ വാല്യൂ ഈ കോളത്തിൽ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ 0.1, 3/20, 6/20, 6/20, 3/20 എന്ന് പി ഓഫ് എക്സ് കിട്ടുന്നുണ്ട്. എക്സ് സ്ക്വയർ എന്നത് നമ്മളിവിടെ കാണാൻ കാര്യം വേരിയൻസ് വേണം. വേരിയൻസ് വേണമെങ്കിൽ ഇങ്ങനെ എക്സ് സ്ക്വയർ എന്നൊരു കോളം കൂടെ താഴെ എഴുതി വെച്ചാൽ കണക്ക് വേരിയൻസ് ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്. ഒന്നാമത്തത് ഇവിടെ ഒന്നാമത്തെ നമ്മൾ കെയുടെ വാല്യൂ പറഞ്ഞു കഴിഞ്ഞു 3/20. നെക്സ്റ്റ് സെക്കൻഡ് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ 1 and 4. 1 and 4 എന്ന് പറയുമ്പോൾ പി ഓഫ് 2ഉം 3ഉം കണ്ടാൽ മതി. അത് 2ൻ്റെത് 6/20യും 3യുടേത് 6/20, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 12/20. ആൻസർ 3/5. മീൻ ഓഫ് എക്സ്. മീൻ കാണുക എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന എക്സിൻ്റെ വാല്യൂസും പി ഓഫ് എക്സിൻ്റെ വാല്യൂസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടിയാൽ മതി. അതായത് 0 × 1 0.1 0 തന്നെ, 1 × 3/20 3/20, അങ്ങനെ അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ 3 + 12 + 18 + 12/20. ഡിനോമിനേറ്റർ ഒരു 20 എഴുതി. ആൻസർ 45/20, ദാറ്റ് ഈസ് 2.25. വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. കാരണം എന്താണ്? 0 × 0.1. 1 × 3/20 ആണ് 3/20. അപ്പോൾ വേരിയൻസ് കാണാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ കാണണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമ്മൾ നേരത്തെ കണ്ടു. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണണം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണാൻ ചെയ്യുന്നത് എക്സ് സ്ക്വയറും ബി ഓഫ് എക്സോടെ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുക. അങ്ങനെ ചെയ്യുമ്പോൾ 0 × 0.1 0, 1 × 3/20 3/20, 4 × 6/20 24/20, അങ്ങനെ അതിൽ 3 കൂടെ ബാക്കി ആഡ് ചെയ്യുന്നു. അപ്പോൾ 129/20 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒരു 20 എഴുതിയത്. വേരിയൻസ് ഇസ് ഈക്വൽ ടു നമ്മൾ ഈ സ്ഥാനത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 129/20 മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 2.25 അതിൻ്റെ സ്ക്വയർ.
ഇത് ആൻസർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 555/400 എന്ന് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.